ഹലോ എവരിവൺ, എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് ഹുസാമുദ്ദീൻ. നെയിംസ് നാഗ്പൂരിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. നീറ്റ് 2020 എഴുതിയാണ് കോളേജിൽ കയറിയത്. അന്നത്തെ എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 3075 ആയിരുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിൽ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്തിരിക്കുകയായിരുന്നു. നമ്മൾ 42nd ക്വസ്റ്റ്യൻ വരെ ചെയ്ത് തീർത്തിരുന്നു. ഇപ്പൊ നമുക്ക് 43rd ക്വസ്റ്റ്യനിലേക്ക് പോവാം. An ion with mass number 37 possesses 1 unit of negative charge. If the ion contains 11.1% more neutrons than the electrons, find the symbol of the ion. ഇവിടെ നമുക്കൊരു അയോൺ തന്നിട്ടുണ്ട്. എന്താണ്? ഒരു നെഗറ്റീവ് ചാർജുള്ള അയോൺ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമുക്ക് പി ആയിട്ട് എടുക്കാം. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് വെച്ചാൽ എന്താ? അറ്റോമിക് നമ്പർ തന്നെയാണ്. അത് ഈക്വൽ ടു പി ആയിട്ട് എടുക്കാം. ഓക്കെ. നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് നമുക്ക് എന്താ? അത് പ്രോട്ടോൺസിന്റെ ഈക്വൽ ആയിട്ടാണ് ഇവിടെ വരേണ്ടത്. പക്ഷെ നമുക്കറിയാം എന്താണ്, ഇവിടെ ഒരു യൂണിറ്റ് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഒരു നെഗറ്റീവ് ചാർജ് കൂടുതലാണ്. ഇപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമുക്ക് P+1 എന്ന് എടുക്കാം. ഓക്കെ. പിന്നെ പറയുന്നു മാസ് നമ്പർ എന്താണ്? മാസ് നമ്പർ 37 എന്ന് പറയുന്നത്. A ഈക്വൽ ടു 37 ആണ്. അതെന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസ് ആണല്ലോ. ഓക്കെ. ഇഫ് ദി അയോൺ കണ്ടെയ്ൻസ് 11.1% മോർ ന്യൂട്രോൺസ് ദാൻ ദി ഇലക്ട്രോൺസ്. ഇപ്പൊ എന്താണ് പറയുന്നത്? ഇവിടുത്തെ ഇലക്ട്രോൺസിന്റെ എണ്ണം ന്യൂട്രോൺസിനേക്കാളും 11.1% കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. നമ്പർ ഓഫ് ന്യൂട്രോൺസ് നമ്മൾ എക്സ് ആയിട്ട് എടുത്താല് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇവിടെ എന്താവും? എത്ര പെർസെന്റേജ് കൂടുതൽ? 11.1 അല്ലേ? അപ്പം എക്സ് പ്ലസ് 0.111 എക്സ് എന്ന് വരും. കാരണം 11.1% 11.1/100 ഇൻറ്റു എക്സ് ആണല്ലോ. അപ്പൊ നമുക്ക് 0.11 എക്സ് എന്ന് എഴുതാം. ഓക്കെ. എന്ന് വെച്ചാൽ എന്താവും? ഈക്വൽ ടു 1.111 എന്ന് വരും. ഇവിടുത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺ. നമുക്ക് എന്താ? നമ്പർ ഓഫ് പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 37 കിട്ടണം. നമുക്കിപ്പോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 1.111 എക്സ് ആണ് കിട്ടി. ഇപ്പൊ നമ്പർ ഓഫ് പ്രോട്ടോൺ എന്തായിരിക്കും? എന്താണ്? ഒരു യൂണി നെഗറ്റീവ് അയോൺ ആയതുകൊണ്ട് നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് ഇലക്ട്രോണിനേക്കാളും ഒന്ന് കുറവായിരിക്കും. അപ്പോ 1.111 എക്സ് മൈനസ് 1. ക്വസ്റ്റ്യൻ വായിക്കട്ടെ. സോറി, ഇവിടെ ന്യൂട്രോൺസിന്റെ എണ്ണമാണ് ഇലക്ട്രോൺസിനേക്കാളും കൂടുതൽ. അപ്പൊ അത് വ്യത്യാസമുണ്ട്. സോറി, അങ്ങനെ ഒരു തിരിച്ചാണ് വരുന്നത്. നമ്പർ ഓഫ് ഇലക്ട്രോൺ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ന്യൂട്രോൺ 1.111 എക്സ് വരും. നമ്പർ ഓഫ് പ്രോട്ടോൺ എന്താ? ഇലക്ട്രോണിനേക്കാളും ഒന്ന് കുറവായിരിക്കും. ഓക്കെ. നമ്പർ ഓഫ് ന്യൂട്രോൺസും നമ്പർ ഓഫ് പ്രോട്ടോണും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് വരണം? 37 വരണം. നമ്പർ ഓഫ് പ്രോട്ടോൺ എത്ര? എക്സ് മൈനസ് 1 പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ എത്ര? 1.111 എക്സ്. അത് കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 37 കിട്ടുക. എക്സ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാത്തിന്റെയും വാല്യൂസ് കിട്ടും. എക്സ് നമുക്ക് എത്ര? 2.111 എക്സ് ഈക്വൽ ടു 38 എന്ന് വരും. അവിടെ എക്സ് ഈക്വൽ ടു 38/2.111 വരും. അത് ഈക്വൽ ടു എന്താണ്? 18 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഈ ആറ്റത്തിന്റെ സിമ്പിൾ ആണ് വേണ്ടത്. ഇപ്പൊ നമ്പർ ഓഫ് പ്രോട്ടോൺസ് കിട്ടിയാൽ നമുക്ക് അറ്റോമിക് നമ്പർ പ്രോട്ടോൺ എത്ര? എക്സ് മൈനസ് 1 ആണല്ലോ. എന്ന് വെച്ചാല് 18 മൈനസ് 1 17. ഇത് ക്ലോറിൻ ആറ്റം നമുക്ക് മനസ്സിലായി. ക്ലോറിൻ എഴുതുക Cl. നമ്പർ എത്ര തന്നു? ഇതാണ് എന്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇത്രയാണ് 43rd ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത 44th ക്വസ്റ്റ്യൻ. 44th ക്വസ്റ്റ്യൻ. അയോൺ വിത്ത് മാസ് നമ്പർ 6 മാസ് നമ്പറുള്ള ഒരു അയോണിന് 3 പോസിറ്റീവ് ചാർജ് ഉണ്ട്, അഥവാ 3 ഇലക്ട്രോണിന്റെ കുറവുണ്ട്. ആൻഡ് 30.4% മോർ ന്യൂട്രോൺ ദാൻ ഇലക്ട്രോൺസ്. അപ്പൊ ന്യൂട്രോൺസിന്റെ എണ്ണം ഇലക്ട്രോൺസിനെക്കാളും 30.4% കൂടുതലാണെന്ന് പറയുന്നു. അസൈൻ്റെ സിമ്പിൾ. അപ്പൊ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ മാസ് നമ്പർ നമുക്ക് 44th ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. മാസ് നമ്പർ
നമുക്ക് 56 ആണ് തന്നിട്ടുണ്ട്. 3 പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഇവിടെ പ്രോട്ടോന്റെ എണ്ണം നമ്മൾ P-3 എക്സ് ആക്കി എടുക്കും. അപ്പൊ നമ്പർ ഓഫ് ന്യൂട്രോൺ എന്താവും? ഇലക്ട്രോണിനേക്കാളും 30.4% കൂടുതലാണെന്ന് പറയാം. അപ്പൊ എക്സ് പ്ലസ് 0.304 എക്സ് ആണ് നമ്പർ ഓഫ് ന്യൂട്രോൺ വരുന്നത്. വെച്ചാൽ എത്ര? 1.304 എക്സ്. നമുക്കറിയാം പ്രോട്ടോണിന്റെ എണ്ണം എന്താണ്? ഇലക്ട്രോണിനേക്കാളും 3 കൂടുതലാണ്. കാരണം നമുക്ക് ഇലക്ട്രോണിന്റെ P-3 ആണെങ്കിൽ പ്രോട്ടോണും P ആണ്. അപ്പൊ നമ്പർ ഓഫ് പ്രോട്ടോൺ എഴുതുമ്പോൾ ഇലക്ട്രോണിനേക്കാളും 3 കൂടുതലാണ്. അപ്പൊ എന്തായിരിക്കും? എക്സ് പ്ലസ് 3 ആയിരിക്കും. അപ്പൊ നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് അറ്റോമിക് മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് നമ്പർ A is equal to പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണല്ലോ. എന്ന് വെച്ചാൽ എക്സ് പ്ലസ് 3 പ്ലസ് 1.304 എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടണം? മാസ് നമ്പർ 56 കിട്ടണം. എന്ന് വെച്ചാൽ 2.304 എക്സ് എന്ന് പറയുന്നത് 53 കിട്ടണം. എക്സ് എന്ത് വരും? ഈക്വൽ ടു 53 ബൈ 2.304 എന്ന് വരും. എന്ന് വെച്ചാൽ 23 എന്ന് കിട്ടും. അപ്പൊ 23 ആണ് എക്സിന്റെ വാല്യൂ. അപ്പൊ നമ്പർ ഓഫ് പ്രോട്ടോൺ എത്രയാ? പ്രോട്ടോൺ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 3 ആണ്. എന്ന് വെച്ചാൽ 26. അറ്റോമിക് നമ്പർ 26 ഉള്ള എലമെന്റ് ഏതാ? അത് അയൺ ആണ്. ഇതിന്റെ സിമ്പിൾ എഴുതുക. അറ്റോമിക് നമ്പർ 26, മാസ് നമ്പർ 56 മേലെ. ഓക്കെ, അതേപോലത്തെ ക്വസ്റ്റൻ ആയിരുന്നു. 43 പോലത്തെ ക്വസ്റ്റൻ ആയിരുന്നു 44. അടുത്ത 45th ക്വസ്റ്റ്യനിലേക്ക് പോകാം. 45th ക്വസ്റ്റ്യൻ. അറേഞ്ച് ദി ഫോളോയിങ് ടൈപ്പ് ഓഫ് റേഡിയേഷൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി. ഇപ്പം ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം നമ്മൾ പഠിച്ചാൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നേക്കുന്ന ഏതൊക്കെയാ? ഒന്ന് മൈക്രോവേവ് ആവേണ്ടത് ഫസ്റ്റ്. 45th ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് മൈക്രോവേവ്, 2 ട്രാഫിക് സിഗ്നൽ ലൈറ്റ്. അപ്പൊ വിസിബിൾ സ്പെക്ട്രം ആണ്. ട്രാഫിക് ലൈറ്റ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ വിസിബിൾ സ്പെക്ട്രം ആണ് രണ്ടാമത്തത്. FM റേഡിയോയിലത് റേഡിയോ വേവ്സ്. നാലാമത്തത് കോസ്മിക് റേസ്, പിന്നെ എക്സ് റേസ്. അപ്പൊ ഈ 5 റേസ് ആണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പൊ ഇൻക്രീസിങ് ഓർഡറിൽ നമുക്ക് അറേഞ്ച് ചെയ്യണമെങ്കിൽ എന്താ? ഏറ്റവും തന്നേക്കുന്ന ഏറ്റവും കുറവ് ഫ്രീക്വൻസി ഉള്ള ഏതിനാണ്? അത് റേഡിയോ വേവ്സ്. പിന്നെ അതിനേക്കാളും കൂടുതലുള്ളത് നമ്മുടെ ട്രാഫിക് ലൈറ്റ് അല്ലെങ്കിൽ വിസിബിൾ. അതിനേക്കാളും കൂടുതൽ മൈക്രോവേവ്, പിന്നെ എക്സ് റേസ്, പിന്നെ കോസ്മിക് റേസ്. ഇങ്ങനെയാണ് നമ്മുടെ ഫ്രീക്വൻസിയുടെ ഇൻക്രീസിങ് ഓർഡർ നടക്കുന്നത്. നമ്മൾ എഴുതിയാൽ ആദ്യം FM റേഡിയോ വരും, നോവലുള്ള റേസ് വരും, കോസ്മിക് റേഡിയോ. ക്വസ്റ്റ്യൻസ് എഴുതാൻ മതി. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, 45th ക്വസ്റ്റ്യൻ. അടുത്ത 46th ക്വസ്റ്റ്യനോട്ട് പോകാം. നൈട്രജൻ ലേസർ പ്രൊഡ്യൂസസ് റേഡിയേഷൻ അറ്റ് വേവ് ലെങ്ത്. ഓക്കെ, ഒരു ലേസറിന്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ്. ഒരു സെക്കൻഡ് എത്ര ഫോട്ടോൺസ് എമിറ്റ് ചെയ്തെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പവർ എന്ന് വെച്ചാൽ എനർജി ബൈ ടൈം. അപ്പൊ ഒരു സെക്കൻഡിലെ ഫോട്ടോൺസിന്റെ നമ്പർ ഉണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് എനർജി കിട്ടും. അപ്പം എനർജിയുടെ ഫോർമുല എന്ത് വരും? ഇത് 46th ക്വസ്റ്റൻ അല്ലേ. അപ്പം ഈ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് hν അല്ലെങ്കിൽ hc/λ ആണ്. hc/λ എന്ന് പറയുന്നത് ഒരു ഫോട്ടോന്റെ ഇതാണ്. നമുക്ക് ഇവിടെ നമ്പർ ഓഫ് ഫോട്ടോൺസ് തന്നിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അത് n ചെയ്യും. അപ്പൊ അത് വെച്ച് നമുക്ക് എനർജി കണ്ടുപിടിക്കാം. ഈക്വൽ ടു nhc/λ ചെയ്യും. n എന്ന് പറഞ്ഞ ഇവിടെ എത്രയാ? 5.6 × 10⁻²4. അത് ഇൻറ്റു 6.626 × 10⁻⁻34. അത് ഇൻറ്റു c എന്ന് പറയുന്നത് 3 × 10⁻8. അത് ബൈ ലാംഡ എത്ര? 337.1 നാനോമീറ്ററിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ 10⁻⁻9 മീറ്റർ. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എനർജി കിട്ടുന്ന എത്ര? 3.3 × 10⁻6 ജൂൾ. അപ്പൊ ഇത്രയും എനർജിയാണ് ഒരു സെക്കൻഡിൽ വരുന്നത്. അപ്പൊ എനർജി പെർ യൂണിറ്റ് ടൈം തന്നെയാണ് എന്ത്? പവർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് തന്നെയാണ് എന്ത്? പവർ എന്ന് പറയുന്നത്. ഓക്കെ, 46th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത 47th ക്വസ്റ്റ്യൻ. Neon gas is generally used in signboards if it emits strongly at 616. അപ്പൊ നിയോൺ ബോർഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതിനകത്തുള്ള ലൈറ്റിന്റെ വേവ് തന്നിട്ടുണ്ട് 616 നാനോമീറ്റർ ആണ്. അപ്പൊ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഫ്രീക്വൻസി, ആ റേഡിയേഷന്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കണം.
പിന്നെ 30 സെക്കൻഡ് കൊണ്ട് ഇത് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും നോക്കണം. പിന്നെ എനർജി ഓഫ് ക്വാണ്ടം, ഒരു ഫോട്ടോന്റെ അതിനകത്തുള്ള എനർജി എത്രയാണ്. പിന്നെ 2 ജൂൾ എനർജിയാണ് 2 ജൂള് എനർജി വന്നാൽ അതിനകത്ത് എത്ര ക്വാണ്ടം ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 47 തുടങ്ങാം. വേവ് ലെങ്ത് തന്നിട്ടുണ്ട്, എത്ര ലാംഡ ഈക്വൽ ടു 616 നാനോമീറ്റർ തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, ഫ്രീക്വൻസിയാണ്, ന്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം സി ഈക്വൽ ടു ന്യൂ ലാംഡ. ഇപ്പൊ ലാംഡ അറിയാം, സി അറിയാം, പിന്നെ കണ്ടുപിടിക്കാൻ ഒരു പാടില്ല. ന്യൂ ഈക്വൽ ടു സി ബൈ ലാംഡ വരും എന്ന് വെച്ചാൽ എന്താ, 3 × 10⁸ ഡിവൈഡഡ് ബൈ 616 × 10⁻⁹ എന്ന് വരും. അപ്പൊ ഇത് നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് ലാംഡ എന്ത് കിട്ടും, ന്യൂ എന്ത് കിട്ടും, ഈക്വൽ ടു 4.87 × 10⁻14 ഹെർട്സ് കിട്ടും, ന്യൂ ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഡിസ്റ്റൻസ് ട്രാവൽ. നമുക്കറിയാം ലൈറ്റ്നെസ് സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ 30 സെക്കൻഡ് കൊണ്ട് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന അറിയാം. പിന്നെ വി ഈക്വൽ ടു എന്താണ്, വെലോസിറ്റി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്നറിയാം. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ, വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് അല്ലേ. അപ്പൊ ഡിസ്റ്റൻസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം കൊടുത്താൽ വെലോസിറ്റി നമുക്കറിയാം സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് 3 × 10⁸. അത് ഇൻറ്റു ടൈം എത്രയാണ്, 30 സെക്കൻഡ്. ഇത് നമുക്ക് സോൾവ് ചെയ്താൽ കിട്ടും 9 × 10⁻⁹ എന്ന് കിട്ടും. 30 സെക്കൻഡ് കൊണ്ട് ഇത്രയും ഡിസ്റ്റൻസ് ഇത് കവർ ചെയ്യും. ഇനി മൂന്നാമത്തെ എന്താ, എനർജി ഓഫ് ക്വാണ്ടം. ഈക്വൽ ടു എച്ച് ന്യൂ ഇട്ട് കൊടുക്കുക. നമുക്ക് ന്യൂ അറിയാം, എച്ചിന്റെ വാല്യൂ അറിയാം, 6.626 × 10⁻⁻34 ഉണ്ട്. നമ്മൾ കണ്ടുപിടിച്ച ഫ്രീക്വൻസി എത്രയാ, 4 × 4.87 × 10⁻14. അതെടുത്താല് ഇതാണ് 32.27 × 10⁻20 ജൂൾ എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്യും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിനകത്ത് നമ്പർ ഓഫ് ക്വാണ്ട പ്രസന്റ് ഇഫ് ഇറ്റ് പ്രൊഡ്യൂസസ് 2 ജൂൾ ഓഫ് എനർജി. അപ്പൊ നമുക്ക് മൊത്തത്തിൽ 2 ജൂൾ ഓഫ് എനർജി കിട്ടിയാൽ അതിനകത്ത് എത്ര ക്വാണ്ട ഉണ്ടെന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്കറിയാം ഒരു ക്വാണ്ടയുടെ എനർജിയാണ് 32.27 × 10⁻20 ജൂൾ. അപ്പൊ നമ്പർ നമുക്ക് എങ്ങനെ കിട്ടും, ടോട്ടൽ എനർജി 2 ജൂൾ അല്ലേ, 2 ജൂൾ ബൈ ഒരു 6.2 × 10⁻. അടുത്ത 48th ക്വസ്റ്റ്യൻ ഇതാണ്. ആസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻ സിഗ്നൽസ് ഒബ്സർവ്ഡ് ഫ്രം ദി ഡിസ്റ്റൻസ് സ്റ്റാർസ് ആർ ജനറലി വീക്ക്. ഓക്കെ, ആസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻ അപ്പോൾ ഡിസ്റ്റൻസ് സ്റ്റാറിൽ നിന്നുള്ള ലൈറ്റ് നമ്മൾ ഒബ്സർവ് ചെയ്യാം. ഇഫ് ദി ഫോട്ടോൺ ഡിറ്റക്ടർ റിസീവ്സ് എ ടോട്ടൽ ഓഫ് 3.15 10⁻18. അപ്പം നമുക്ക് എന്താണ്, ഫോട്ടോൺ ഇത്രയും എനർജി കിട്ടി, എന്താണ് റേഡിയേഷൻ തന്നിട്ടുണ്ട്, അതിന്റെ റേഡിയേഷന്റെ വേവ് തന്നിട്ടുണ്ട്, 600 നാനോമീറ്റർ ഉള്ള റേഡിയേഷൻ വരും, നമുക്ക് ഇത്ര എനർജി കിട്ടി. അപ്പൊ ആ റേഡിയേഷന്റെ എത്ര ഫോട്ടോൺ ഉണ്ടെന്നാണ് ചോദ്യം. സിമ്പിൾ ക്വസ്റ്റൻ ആണ്, നമുക്കറിയാം എനർജി തന്നിട്ടുണ്ട് ഈക്വൽ ടു NHC ഈക്വൽ ടു 3.15 × 10⁻18 × ലാംഡ എത്രയാ, 600 നാനോമീറ്റർ തന്നിട്ടുണ്ട്. 600 × 10⁻9 divided by HC 6.626 × 10⁻34 into 3 × 10⁸. ഇത് സോൾവ് ചെയ്ത് നമുക്ക് ഏകദേശം കിട്ടുന്നത് 9.5 എന്ന് കിട്ടും. നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് നമുക്ക് ഓക്കെ. 48th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 49th ക്വസ്റ്റ്യൻ. Lifetimes of the molecules in the excited states are often measured by using pulsed radiation source of duration nearly in the nanosecond range. അപ്പോൾ മോളിക്യൂൾസ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എത്ര നേരം നിൽക്കുന്നു നമ്മൾ കണക്കാക്കുന്നത് നാനോ സെക്കൻഡ് റേഞ്ചിലുള്ള ടൈം വെച്ചാണ് പറയുന്നത്. അപ്പൊ നമുക്കൊരു റേഡിയേഷൻ സോഴ്സ് വരുന്നുണ്ട്, അതിന്റെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ ടൈം പീരീഡ് ആണ് പറയുന്നത്. 2 നാനോ സെക്കൻഡ് ഡ്യൂറേഷൻ ഉള്ള ഒരു റേഡിയേഷൻ നമുക്ക് കിട്ടി. ആൻഡ് ദി നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് ഡ്യൂറിംഗ് ദി പൾസ്. അപ്പൊ അവിടെ നിന്നുള്ള ആ റേഡിയേഷന്റെ നമ്പർ ഓഫ് ഫോട്ടോൺസ് നമുക്ക് തന്നു. ആദ്യം നമുക്ക് തന്നത് ടൈം പീരീഡ് ആണ്, 2 നാനോ സെക്കൻഡ് ആണ് തന്നത്. എന്ന് വെച്ചാൽ 2 × 10⁻⁹ സെക്കൻഡ്സ്. പിന്നെ നമ്പർ ഓഫ് ഫോട്ടോൺസ് തന്നിട്ടുണ്ട്, എത്ര നമ്പർ ഓഫ് ഫോട്ടോൺസ് നമുക്ക് 2.5 × 10⁻15 എന്ന് കിട്ടി. എന്താ കണ്ടുപിടിക്കേണ്ടത്, കാൽക്കുലേറ്റ് ദി എനർജി ഓഫ് ദി സോഴ്സ്, അതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ടൈം പീരീഡ് തന്നിട്ടുണ്ട്, അപ്പൊ അതേ നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാമല്ലോ. ഫ്രീക്വൻസി ഈക്വൽ ടു 1/ടൈം പീരീഡ് ആണല്ലോ, എന്ന് വെച്ചാൽ 1/2 × 10⁻⁹ എന്ന് വെച്ചാൽ 5 × 10⁸ എന്ന് കിട്ടും. നമ്പർ ഓഫ് ഫോട്ടോൺസ് തന്നിട്ടുണ്ട്. ഈയുടെ വാല്യൂ എന്താ, NHC/λ, NH ന്യൂ ചെയ്താൽ മതി.
എന്നിന്റെ വാല്യൂ വന്നിട്ടുണ്ട് 2.5 into 10 raised to 15. അത് ഇൻറ്റു എച്ച് എത്ര 6.626 into 10 raised to minus 34. അത് ഇൻറ്റു ഫ്രീക്വൻസി എത്ര 5 into 10 to ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 8.282 into 10 raised to minus 10 ജൂൾ കിട്ടും. ഇതാണ് എനർജി സോഴ്സിന്റെ എനർജി എന്ന് പറയുന്നത്. അടുത്ത 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. The longest wavelength doublet absorption transition is observed at 589 and 589.6. നമുക്ക് രണ്ട് ട്രാൻസിഷൻ ഒബ്സർവ് ചെയ്യാൻ പറ്റി. ഈ രണ്ട് വേവ് ലെങ്ത്തിൽ നമുക്ക് ട്രാൻസിഷൻ ഒബ്സർവ് ചെയ്യാൻ പറ്റി. അപ്പൊ ഈ ഓരോ ട്രാൻസിഷന്റെയും ഫ്രീക്വൻസി കണ്ടുപിടിക്കുക, എന്നിട്ട് ഈ ഓരോ റേഡിയേഷന്റെ എനർജി ഡിഫറൻസ് കണ്ടുപിടിക്കുക. അതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നേക്കുന്ന വേവ് ലെങ്ത് 589 നാനോമീറ്റർ ആണ്. രണ്ടാമത്തെ വേവ് ലെങ്ത് 589.6 നാനോമീറ്റർ തന്നിട്ടുണ്ട്. ഓരോന്നിനെയും ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? μ1 = എന്താണ് നമുക്കറിയാം, μ = c ലാംഡ, സോറി c = ന്യൂ ലാംഡ നമുക്കറിയാം. അത് വെച്ച് μ = c/λ ചെയ്യാം. അപ്പൊ c/λ1 ചെയ്യാം. μ2 എന്തായിരിക്കും? അപ്പം c/λ2 ചെയ്യാം. എന്നുവെച്ചാൽ 3 into 10 raised to 8 by, അതായത് λ1 എന്ന് പറയുന്നത് 589 into 10 raised to minus 9. λ2 ആണെങ്കിൽ 3 into 10 raised to 8 by 589.6 into 10 raised to minus 9. ആദ്യത്തെ ഫ്രീക്വൻസി നമുക്ക് 5.093 into 10 raised to 14 എന്ന് കിട്ടും. അപ്പൊ രണ്ടാമത്തത് 5.0 14 ഹെർട്സ് കിട്ടും. ഓക്കെ, എന്താ ഇതിന്റെ രണ്ടിന് എനർജി എന്താ? ഫ്രീക്വൻസി കൂടിയായിരിക്കും ഓബിയസ്ലി എനർജി കൂടുതൽ. E1 - E2 ചെയ്യാം. ഇപ്പൊ എന്താ E1 എന്ന് വെച്ചാൽ എന്താ? hν1, E2 എന്ന് വെച്ചാൽ hν2, h into μ1 - μ2 ചെയ്യാം. എന്താ h നമുക്ക് വാല്യൂ ഇട്ട് കൊടുക്കാം. 6.626 into 10 raised to minus 34 into μ1 എന്ന് പറയുന്നത് എത്ര? 5.093 into 10 raised to 14 minus 5.088 into 10 raised to 14. 10 raised to 14 എന്ന് വെളിയിൽ കോമൺ ആയിട്ട് എടുത്താൽ 6.626 into 10 raised to minus 34 into 10 raised to 14 വരും. 10 raised to minus 20 വരും. അത് ഇൻറ്റു minus 5.088 വരും. എന്നുവെച്ചാൽ 6.626 into 10 raised to minus 20 into 0.005 എന്ന് വരും. നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ഇത് 0.0333 into 10 raised to minus 20 എന്ന് വരും. എന്നുവെച്ചാൽ നമുക്ക് 3.33 into 10 raised to minus 22 എന്ന് വരും. 3 ജൂൾ. അതാണ് ഇവിടുത്തെ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 50ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത 51ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് 51ാമത്തെ ക്വസ്റ്റ്യൻ? വർക്ക് ഫംഗ്ഷൻ ഓഫ് സീഷൻ. അപ്പൊ സീഷൻ ആറ്റത്തിന്റെ വർക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് 1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതിന്റെ ത്രെഷോൾഡ് വേവ് ലെങ്ത്, പിന്നെ ത്രെഷോൾഡ് ഫ്രീക്വൻസി നമ്മൾ സീഷൻ ആറ്റത്തോട് കാണിക്കുന്നത് ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി എത്രയാണ് കണ്ടുപിടിക്കാൻ പാടും. അപ്പൊ നമുക്ക് വർക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 51 വർക്ക് ഫംഗ്ഷൻ അത് hν0 ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ഇലക്ട്രോൺ വോൾട്ട് തന്നെ. ഇപ്പൊ hν0 E ആണെന്ത് 1.9 ഇലക്ട്രോൺ വോൾട്ട്, അല്ലെങ്കിൽ hc/λ0 into E അതാണെന്ത് 1.9 ഇലക്ട്രോൺ വോൾട്ട്. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ഇവിടുന്ന് λ0 എടുക്കാം. λ0 ഇപ്പൊ എന്ത് 1.hc/E യുടെ വാല്യൂ നമുക്കറിയാം. E ചാർജ് ഓഫ് ഇലക്ട്രോൺ, E into 1.9 അതാണെന്ത് വരുന്നത്. അപ്പൊ നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുത്താൽ നമുക്ക് λ0 ഏകദേശം 6.53 into 10 raised to minus 7 മീറ്റർ എന്ന് കിട്ടും. അത് equal to C equal to ന്യൂ λ ന്യൂ 0 കിട്ടും.
അപ്പൊ ന്യൂ സീറോ നമുക്ക് എന്ത് കിട്ടും? സി ബൈ ലാംഡ സീറോ ചെയ്താൽ മതി. അത് കഴിയുമ്പോൾ നമുക്ക് ന്യൂ സീറോ 4.593 ഇൻറ്റു 10⁻14 ഹേർട്സ് എന്ന് കിട്ടും. നമുക്ക് ത്രെഷോൾഡ് ഫ്രീക്വൻസി ത്രെഷോൾഡ് വേവ് ലെങ്തും കിട്ടി. നമുക്ക് വേണ്ട നമ്മളൊരു ലൈറ്റ് കാണിക്കുന്നു, വേവ് ലെങ്ത് 500 നാനോമീറ്റർ ഉള്ള ലൈറ്റ് സീഷ്യം മരത്തിൽ കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പുറത്തു വരുന്ന എനർജിയുടെ ഇലക്ട്രോണിന്റെ എനർജി കൈനറ്റിക് എനർജി എത്രയാണെന്ന് ചോദിച്ചത്. നമുക്കറിയാം ഇപ്പൊ തന്നേക്കുന്ന ലാംഡ, പുതിയ ലാംഡ എന്ന് പറയുന്നത് 500 നാനോമീറ്റർ ആണ്. P ഈക്വൽ ടു HC ബൈ ലാംഡ ചെയ്യാം, നമുക്ക് എനർജി കിട്ടും. ഈക്വൽ ടു HC ബൈ ലാംഡ. പിന്നെ നമുക്ക് വർക്ക് ഫംഗ്ഷൻ ഇലക്ട്രോ വോൾട്ടിലാണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ എനർജി ഇലക്ട്രോ വോൾട്ടിൽ കണ്ടുപിടിച്ചാൽ എത്രയാണ് കൈനറ്റിക് എനർജി എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ അതിന് വേണ്ടി ഒരു ഇ കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പൊ എന്ത് വരും? 6.626 ഇൻറ്റു 10⁻34 ഇൻറ്റു 3⁸8 ഡിവൈഡഡ് ബൈ 1.6 10⁻9 500 ഇൻറ്റു 10⁻9 എന്ന് വരും. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യാനുള്ളത് ഇതാണ്. ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് എന്താണ് ഇവിടെ ഒരു എനർജി കിട്ടും ഇലക്ട്രോൺ വോൾട്ടിൽ. അത് മറ്റേയായിട്ട് മൈനസ് ചെയ്തിട്ട് നമുക്കത് കൈനറ്റിക് എനർജി ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? അല്ലെങ്കിൽ നമുക്കറിയാം ഇ ഈക്വൽ ടു HC ബൈ ലാംഡ എന്നറിയാം. ഓക്കെ, ഇവിടെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് HC ബൈ ലാംഡ 0 ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കൊടുത്ത എനർജി അത് ഇ, അത് മൈനസ് വർക്ക് ഫംഗ്ഷൻ ആണല്ലോ. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് HC ബൈ ലാംഡ മൈനസ് HC ബൈ ലാംഡ 0. HC കോമൺ എടുത്താൽ 1 ബൈ ലാംഡ മൈനസ് 1 ബൈ ലാംഡ 0 വരും. ലാംഡ 0 ഇവിടെ എത്രയായിരുന്നു? ഇത് നാനോമീറ്ററിലാക്കിയാൽ എളുപ്പമാണ്. ഇത് 653 ഇൻറ്റു 10⁻9 എന്ന് എടുക്കാമല്ലോ. എന്നുവെച്ചാൽ അത് 653 നാനോമീറ്റർ എന്ന് വെച്ചാൽ HC ഇൻറ്റു 1 ബൈ ലാംഡ 500 മൈനസ് 1 ബൈ 653 വരും. ഇത് നമുക്ക് സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 9.3149 ഇൻറ്റു 10⁻20 ജൂൾ എന്ന് കിട്ടും. പക്ഷെ നമ്മുടെ ചോദ്യം എന്താ? നമ്മുടെ ചോദ്യം കൈനറ്റിക് എനർജി അല്ല, ഇലക്ട്രോണിന്റെ വെലോസിറ്റി ചോദിച്ചേക്കണം. അപ്പൊ അത് ഈക്വൽ ടു നമുക്ക് ½ mv² ആയിട്ട് ഇക്വേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ v² is equal to 2 ഇൻറ്റു 9.3149 ഇൻറ്റു 10⁻20 divided by mass of electron എത്രയാ? 9.1 ഇൻറ്റു 10⁻31 kg. അപ്പൊ v ആണ്, ഇതാണ് v². അപ്പൊ വിയുടെ വാല്യൂ എന്ത് വരും? വിയുടെ വാല്യൂ ഇതിന്റെ റൂട്ട് എടുത്താൽ മതി. ഇത് റൂട്ട് എടുത്ത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 4.52 ഇൻറ്റു 10⁻5 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് പുറത്ത് വരുന്ന ഇലക്ട്രോണിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 51st ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത 52ാമത്തെ ക്വസ്റ്റ്യൻ പോകാം. ഫോളോയിങ് റിസൾട്ട്സ് ആർ ഒബ്സർവ്ഡ് വെൻ സോഡിയം മെറ്റൽ ഈസ് ഇറാഡിയേറ്റഡ് വിത്ത് ഡിഫറെന്റ് വേവ് ലെങ്ത്സ്. ഓക്കെ, അപ്പം ഓരോ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് തന്നിട്ടുണ്ട്. പിന്നെ പുറത്ത് വരുന്ന ഫോട്ടോ ഇലക്ട്രോണിന്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. അത് സെന്റിമീറ്റർ പെർ സെക്കൻഡിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ത്രെഷോൾഡ് വേവ് ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. മാത്രമല്ല പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ. അപ്പൊ ഓരോന്നിനും നമ്മൾ വാല്യൂ കൊടുക്കുക. ആദ്യം നമുക്കറിയാം നമ്മൾ കൊടുക്കുന്ന എനർജി എന്തായിരിക്കും? ഒന്നാമത് ഫസ്റ്റ് അതിന്റെ വർക്ക് ഫംഗ്ഷനും കാണിക്കും, പിന്നെ കൈനറ്റിക് എനർജിക്കും വേണ്ടി ഉപയോഗിക്കും നമുക്കറിയാം. ക്വസ്റ്റ്യൻ നമ്പർ 52 ആണ്. അപ്പൊ നമ്മളിവിടെ കൊടുക്കുന്ന എനർജി ഏതാ? HC ബൈ ലാംഡ എന്ന് പറയുന്നത് എന്തായിരിക്കും? HC ബൈ ലാംഡ 0 പ്ലസ് കൈനറ്റിക് എനർജി ½ mv² ആയിരിക്കുമല്ലോ. ഓരോന്നിനും വാല്യൂ ഇട്ട് കൊടുക്കാം നമുക്ക്. HC വരുന്ന ടേംസ് രണ്ട് ഇപ്പുറത്തോട്ടുണ്ട്. HC ഇൻറ്റു ഇപ്പുറത്തോട്ട് വന്നാൽ നമുക്ക് 1 ബൈ ലാംഡ മൈനസ് 1 ബൈ ലാംഡ 0 അത് ഈക്വൽ ടു ½ mv² എന്ന് വരും. ഓക്കെ, അപ്പൊ ആദ്യം ഫസ്റ്റ് കേസ് എടുക്കും. ഫസ്റ്റ് കേസ് എന്താ? നമ്മൾ കൊടുത്ത വേവ് ലെങ്ത് 500 ആണ്. നമുക്ക് ഇക്വേഷൻ എഴുതി HC ബൈ ലാംഡ മൈനസ് HC ബൈ ലാംഡ 0 ഈക്വൽ ടു ½ mv² എന്ന് എഴുതുക. അപ്പൊ ഫസ്റ്റ് HC ബൈ 500 നാനോമീറ്റർ എന്ന് എഴുതുക. അത് മൈനസ് HC ബൈ ലാംഡ 0 അത് ഈക്വൽ ടു ½ m ഇൻറ്റു വെലോസിറ്റി ഇവിടെ തന്നേക്കുന്നത് സെന്റിമീറ്റർ പെർ സെക്കൻഡിലാണെന്ന് മറക്കണ്ട. 2.55 ഇൻറ്റു 10⁻⁻5
അതിന്റെ സ്ക്വയർ ആണ്. ഓക്കെ, രണ്ടാമത്തെ കേസ് എന്താ? HC/450. അത് നാനോമീറ്റർ ആണ്. അപ്പൊ 10⁻⁹ ആക്കുക. ഇവിടെ 10⁻⁹ കൊടുക്കാം. മൈനസ് HC/λ0 ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു അവിടുത്തെ വെലോസിറ്റി എത്രയായിരുന്നു? 2.55 ഇൻറ്റു സോറി, നമുക്കിവിടെ സെന്റിമീറ്റർ പെർ സെക്കൻഡ് തന്നെ. അപ്പൊ സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ഒരു 10⁻⁻² കൂടി ഇട്ട് കൊടുക്കുക അല്ലേ? 10⁻⁻² കൂടി ഇട്ട് കൊടുത്താൽ നമുക്കിത് മീറ്റർ പെർ സെക്കൻഡ് ആയില്ലേ? അപ്പൊ അത് ഇവിടെ ഇട്ട് കൊടുക്കുക. 10⁻⁵ മാറിയിട്ട് 10⁻⁻7 ആവും. ഇവിടെ ഹാഫ് എം ഇൻറ്റു ഇവിടുത്തെ പുതിയ വെലോസിറ്റി എന്ന് പറയുന്നത് 4.35 ആണ്. 4.35 ഇൻറ്റു 10⁻⁻7 വരും അതിന്റെ സ്ക്വയർ. ഇത് ഫസ്റ്റ് ഇക്വേഷൻ. ഇത് സെക്കൻഡ് ഇക്വേഷൻ. അപ്പൊ നമ്മൾ ഈ രണ്ട് ഇക്വേഷനും കൂടെ ആഡ് ചെയ്യും. ആഡ് ചെയ്ത് നമുക്ക് കിട്ടും, ഇത് കിട്ടും HC/500 ഇൻറ്റു 10⁻⁹ പ്ലസ് HC/450 ഇൻറ്റു 10⁻⁹ മൈനസ് മൈനസ് 2HC ഉണ്ടല്ലോ, അപ്പൊ മൈനസ് 2HC/λ0 ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു 10⁻⁻7 രണ്ടിടത്തുനിന്നും കോമൺ എടുക്കാം. പിന്നെ സ്ക്വയർ ഉള്ളതുകൊണ്ട് വെളിയിൽ 10⁻⁻14 വരും. ഈക്വൽ ടു 2.55 സ്ക്വയർ പ്ലസ് 4.35 സ്ക്വയർ വരും. ഓക്കെ, ഇതിനകത്ത് നമ്മൾ λ0 ഉള്ള ടേം മാത്രം അപ്പുറത്ത് കൊണ്ടുപോയിട്ട് എന്നുവെച്ചാൽ 2HC/λ വരും. 2HC/λ0 വരുമല്ലോ. HC/500 HC കോമൺ എടുക്കുക. HC/10⁻⁹ കോമൺ എടുത്താൽ 1/500 പ്ലസ് 1/450 മൈനസ് m ഇൻറ്റു 10⁻⁻14/2 ഇൻറ്റു 2.55 സ്ക്വയർ പ്ലസ് 4.35 സ്ക്വയർ. നമുക്ക് ഹോൾ ആയിട്ടാണ് മൈനസ് ഉള്ളതെന്നല്ലേ? λ0 ഇട്ടാൽ ഇതിൽ നിന്ന് λ0 സോൾവ് ചെയ്തെടുക്കാം. ഇതിൽ നമുക്ക് λ0 സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 531 നാനോമീറ്റർ എന്ന് കിട്ടും. അത് നിങ്ങൾ ചെയ്ത് ആൻസർ കുറെ ചെയ്യാനുണ്ട്, അത് നിങ്ങൾ ചെയ്ത് നോക്കാം. അത് ഇത് തന്നെ കിട്ടും, 531 നാനോമീറ്റർ എന്ന് കിട്ടും. പിന്നെ എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വെച്ചാൽ പ്ലാങ്ക് കോൺസ്റ്റന്റ് എത്ര കണ്ടുപിടിക്കാൻ ആ ചോദ്യം. അത് നമ്മൾ കണ്ടുപിടിക്കാം. അത് നമുക്ക് ഇവിടെ ഈ λ0 കിട്ടിയില്ലേ, ആ λ0 എടുത്ത് നമ്മൾ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ഇക്വേഷനിൽ λ0യുടെ വാല്യൂ ഇട്ട് കൊടുത്താൽ അപ്പൊ നമുക്ക് അവിടെ നിന്ന് എച്ചിന്റെ വാല്യൂ കിട്ടും. അത് വെച്ച് നമുക്ക് പ്ലാങ്ക് കോൺസ്റ്റന്റും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത 53rd ക്വസ്റ്റ്യൻ നോക്കാം. Ejection of photoelectron from the silver metal in the photoelectric effect experiment can be stopped by applying the voltage of 0.35 volt. ഇപ്പൊ 0.35 വോൾട്ട് കൊടുത്താൽ സിൽവർ മെറ്റലിൽ നിന്നുള്ള ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നിർത്താമെന്നാണ് പറയുന്നത്. അപ്പൊ ആ സിൽവർ മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്കിവിടെ 0.35 വോൾട്ട് ആണ് കൊടുത്തപ്പോഴാണ് എന്ത് ഇലക്ട്രോണിന് എന്താണ് വെളിയിൽ വരുന്ന ഇലക്ട്രോണിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയത്. നമ്മളൊരു ലൈറ്റ് കൊടുത്തു, എന്താണ് വർക്ക് ഫംഗ്ഷന് മറികടന്ന് കൈനറ്റിക് എനർജിയും കാണും ഇലക്ട്രോൺ. പക്ഷെ ആ കൈനറ്റിക് എനർജിനെ ബ്ലോക്ക് ചെയ്യാൻ നമുക്ക് ഇവിടെ 0.35 വോൾട്ട് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ക്വസ്റ്റ്യൻ നമ്പർ ഏതായിരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 54. നമ്മളൊരു എനർജി കൊടുത്തു, അതെന്താ? അത് ഒന്നാമത് വർക്ക് ഫംഗ്ഷൻ മറികടക്കണം, കൈനറ്റിക് എനർജി മറികടക്കണം. പക്ഷെ ഇവിടെ നമ്മൾ കൈനറ്റിക് എനർജിനെ മൊത്തത്തില് ഇല്ലാണ്ടാക്കി. എന്ത് വെച്ചാൽ ഒരു 0.35 വോൾട്ട് കൊടുത്തപ്പോ മൊത്തത്തിൽ ഇല്ലാണ്ടാക്കി. അതിനർത്ഥം എന്താ? ഇവിടുത്തെ പുറത്ത് വന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 0.35 ഇലക്ട്രോൺ വോൾട്ട് ആയിരുന്നു. അതുകൊണ്ടാണ് 0.35 വോൾട്ട് കൊടുത്തപ്പോ എന്താണ് ഇലക്ട്രോണിന് കൈനറ്റിക് എനർജി 0 ആയി പോയത്.
അല്ലെങ്കിൽ മൂവ്മെന്റ് നമുക്ക് നിർത്താൻ പറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് കൈനറ്റിക് എനർജിയുടെ വാല്യൂ ഉണ്ട്. ഇയുടെ വാല്യൂ കണ്ടുപിടിക്കുന്ന എങ്ങനെ നമുക്ക് ഇ ഈസ് ഈക്വൽ ടു നമുക്ക് കൊടുത്ത റേഡിയേഷന്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. ഇ ഈക്വൽ ടു hc ബൈ ലാംഡ കൊടുത്താൽ hc 6.626 into 10 raised to minus 34 into 3 into 10 raised to 8. ഇതിനിപ്പോ ലാംഡ എത്രയാ 150 പൈക്കോമീറ്റർ ആണ്. അപ്പൊ 150 into 10 raised to minus 12. പിന്നെ നമുക്ക് വേണ്ടത് ഇലക്ട്രോൺ വോൾട്ടിലാണ് വേണ്ടത്. അപ്പൊ അതിനുള്ളിൽ താഴെ ഒരു ക്യൂവും കൂടെ ഇൻറ്റു ചെയ്യും. അപ്പൊ 1.6 into 10 raised to minus 19 കൂടെ ചെയ്യും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ എത്ര 4.83 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. നമ്മുടെ കൈനറ്റിക് എനർജി എത്ര 0.35 ആണ്. അപ്പൊ ആ രണ്ട് വാല്യൂസ് നമുക്ക് ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ വർക്ക് ഫംഗ്ഷൻ W0യുടെ വാല്യൂ കിട്ടും. അപ്പൊ W0യുടെ വാല്യൂ എന്താ E മൈനസ് കെ ഇ വരും. ഇയുടെ വാല്യൂ എന്താ 4.83. കൈനറ്റിക് എനർജി എത്ര 0.35. വർക്ക് ഫംഗ്ഷൻ എന്ത് വരും 4.48 ഇലക്ട്രോൺ കിട്ടും. ഓക്കെ, 55th ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. Emission transition in the Paschen series and at orbit n equal to 3 and start from orbit n can be represented as mu equal to okay. ഇപ്പൊ പാഷൻ സീരീസിലുള്ള ഒരു ട്രാൻസിഷനിൽ നടന്നപ്പോ എന്ന് വെച്ചാൽ n equal to 3ലേക്ക് ഏതോ ഒരു ഹയർ ഓർബിറ്റിൽ നിന്ന് ഇലക്ട്രോൺ വരുന്നു. അപ്പൊ വെളിയെ പോയ റേഡിയേഷന്റെ ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത്. Calculate the value of n if the transition is observed at 1285 nanometer. Find the region of the spectrum. നമുക്ക് ഇവിടെ ഇപ്പം 55th ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യന്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. എന്താണ് 3.29 into 1015 into 1/3 square minus 1/n square തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം ഫ്രീക്വൻസി പറയുന്നത് സി ബൈ ലാംഡ ആണ്. അപ്പൊ സി ബൈ ലാംഡ ഇത് രണ്ടും കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. 3.29 into 10 raised to 15 into 1/9 minus 1/n square equal to c by lambda എത്ര 3 into 10 raised to 8. നമുക്ക് ലാംഡ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എത്രയാ 1285 നാനോമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ 1285 into 10 raised to minus 9 എന്ന് വിളിക്കും. ഇത് നമ്മൾ 1/9 minus 1/n square equal to 3 into 10 raised to 8 divided by 3.29 into 10 raised to 15 into 1285 into 10 raised to minus 9 വരും. ഇവിടെ നിന്ന് നമുക്ക് 1/n square എന്ന് പറയുന്നത് 1/9 മൈനസ് ഈ സാധനം മൊത്തം ഈ വലിയ ടേം മൊത്തം നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.071 എന്ന് വരും. എന്ന് വെച്ചാൽ നമുക്ക് 1/n square 0.04 അല്ലെങ്കിൽ 1/25 എന്ന് വരും. n square is equal to 25 കിട്ടും, n equal to 5 എന്ന് കിട്ടും. ഇപ്പൊ എന്താണ് ഈ റേഡിയേഷൻ കൊടുത്താൽ റേഡിയേഷൻ ഏതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസിഷൻ ആണ് നടക്കുന്നത്? n equal to 5 നിന്ന് n equal to 3 വരുമ്പോഴാണ് ഈ ട്രാൻസിഷൻ നടക്കുന്നതാണ് എൻ്റെ അർത്ഥം. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. 56th question. Calculate the wavelength for the emission transition. If it starts from the orbit having നമുക്ക് ഒരു ഓർബിറ്റ് റേഡിയസ് തന്നിട്ടുണ്ട്. ആ റേഡിയസ് ഓർബിറ്റിൽ നിന്ന് തുടങ്ങുന്ന എമിഷൻ സ്പെക്ട്രം ആണ്. അപ്പൊ ആ റേഡിയസിൽ നിന്നുള്ള ഓർബിറ്റിൽ നിന്ന് വേറൊരു ഓർബിറ്റിലോട്ട് പോകുന്നു. പുറത്ത് വരുന്ന റേഡിയേഷന്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. നെയിം ദ സീരീസ് ടു വിച്ച് ദിസ് ട്രാൻസിഷൻ ബിലോങ്സ് ആൻഡ് ദ റീജിയൻ ഓഫ് ദി സ്പെക്ട്രം. ഏത് ട്രാൻസിഷൻ ആണ് ഇവിടെ നടക്കുന്നതാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം റേഡിയസിന്റെ ഇക്വേഷൻ എന്താണ്? R equal to 0.529 into n square. പിന്നെ ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ് ആണെങ്കിൽ ബൈ സെഡും കൊണ്ട് വരും. നമുക്ക് ഇവിടെ അതിന്റെ ആവശ്യമില്ല, ഹൈഡ്രജനിലാണ് നടക്കുന്നത് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പം അത് ഈക്വൽ ടു ഇവിടെ എത്രയാണ് തന്നിട്ടുണ്ട്? 1.3225 നാനോമീറ്റർ തന്നിട്ടുണ്ട്. 0.3225 into 10 raised to minus 9 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. n square by z വരുന്നത് ആംസ്ട്രോങ്ങിലാണ് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് R is equal to 52.9 n square by z into അതിന്റെ പൈക്കോമീറ്റർ ആക്കി എഴുതും. ഇപ്പോഴത്തെ തന്നേക്കുന്ന റേഡിയസ് ഏതാണ് എന്ന് പറയുന്നത് 1.3225 നാനോമീറ്റർ ആണ്. അപ്പൊ അതിനെ നമ്മൾ പൈക്കോമീറ്റർ ആക്കിയാൽ
2.5 പൈക്കോമീറ്റർ എന്ന് എഴുതാം. അത് ഈക്വൽ ടു നമുക്ക് n ഡാഷ് സ്ക്വയർ എന്ന് ഇടാം. n ഡാഷ് സ്ക്വയർ ബൈ z എന്ന് ഇടാം. n ഡാഷ് സ്ക്വയർ എന്ന് വരും 1322.5 into z by z എന്ന് വരും. ഇതാണ് ഫസ്റ്റ് റേഡിയസ് എന്ന് പറയുന്നത് R1. പിന്നെ അത് ഏത് റേഡിയസിലോട്ടാണ് പോകുന്നത്? R2 എന്ന് പറയുന്നത് എത്ര? 211.6 ആണ്. 211.6 പൈക്കോമീറ്റർ ആണ്. അത് ഈസ് ഈക്വൽ ടു n2 സ്ക്വയർ ബൈ z എന്ന് വരും. n2 സ്ക്വയർ എന്ന് വരും. n2 സ്ക്വയർ എന്ന് വെച്ചാൽ 211.6 into z എന്ന് വരും. n1 സ്ക്വയർ ബൈ n2 സ്ക്വയർ നമ്മൾ എടുത്താൽ എന്ത് വരും? n1 സ്ക്വയർ ബൈ n2 സ്ക്വയർ എടുത്താൽ നമുക്ക് 1322.5 into z by 211.6 into z എന്ന് വരും. z കട്ടായി പോയാൽ നമുക്കിത് 6.25 എന്ന് വരും. 6.25 n1 by n2 അപ്പം നമുക്ക് ഇതിന്റെ റൂട്ട് എടുക്കണം. 6.25 റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? റൂട്ട് 6.25 എന്ന് പറഞ്ഞാൽ 2.5 ആണ്. n1 by n2 നമുക്ക് 25/10 എന്ന് എടുക്കാം, അല്ലെങ്കിൽ 5/2 എന്ന് എടുക്കാം. അതിനർത്ഥം n1 എന്ന് പറയുന്നത് 5, n2 എന്ന് പറയുന്നത് 2 ആണ്. എന്ന് വെച്ചാൽ 5 ഏതോ ഒരു ആറ്റത്തിന്റെ 5th ഓർബിറ്റിൽ നിന്ന് 2nd ഓർബിറ്റിലോട്ട് വരുമ്പോഴാണ് ഈ ട്രാൻസിഷൻ നടന്നതാണ് അർത്ഥം. ഓക്കെ, അടുത്ത ഡു ബിഹേവിയർ ഓഫ് മാറ്റർ പ്രൊപ്പോസ്ഡ് ബൈ ഡി ബ്രോഗ്ലി ലെഡ് ടു ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇഫ് ദ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഈസ് മൈക്രോസ്കോപ്പ്. ഇപ്പൊ ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലുള്ള ഇലക്ട്രോണിന്റെ വെലോസിറ്റി വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡി ബ്രോഗ്ലി കണ്ടുപിടിക്കാനാണ് ചോദ്യം. നമുക്കറിയാം, സിമ്പിൾ ചോദ്യമാണ്. വെലോസിറ്റി വന്നിട്ടുണ്ട് 1.6 × 10⁻⁶ മീറ്റർ പെർ സെക്കൻഡ്. ലാംഡ മാസ് എത്ര? 9.1 × 10⁻31 into 10⁻6. ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. 4.55 into 10⁻10 വരും. നമുക്കത് 455 പൈക്കോമീറ്റർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. Similar to electron diffraction, neutron diffraction microscope is also used for determination of structure. Electron microscope പോലെ ന്യൂട്രോൺ ഉപയോഗിച്ച് മൈക്രോസ്കോപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. അവിടെ വെച്ചാൽ ന്യൂട്രോണിന്റെ വേവ് ലെങ്ത് 800. Wavelength used here is 800 picometer. Calculate the characteristic velocity associated with neutron. ഇവിടെ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. ന്യൂട്രോൺസ് ഉപയോഗിച്ചാൽ ന്യൂട്രോൺസ് അപ്പോൾ വേവ് നേച്ചർ വരും. അവിടത്തുള്ള റേഡിയേഷന്റെ അതിനകത്തുള്ള ന്യൂട്രോണിന്റെ വെലോസിറ്റി എത്രയെന്നാണ് ചോദിച്ചത്. ലാംഡ നമ്മൾ തന്നിട്ടുണ്ട് 800 പൈക്കോമീറ്റർ തന്നിട്ടുണ്ട്. ലാംഡ = h/mv. വെലോസിറ്റി ആണ് ഇവിടെ വേണ്ടത്. അപ്പൊ v = h/m ലാംഡ എന്ന് വരും. എന്ന് വെച്ചാൽ 6.626 into 10⁻34 by മാസ് ഓഫ് ന്യൂട്രോൺ എന്ന് പറയുന്നത് 1.67 into 10⁻27 into ലാംഡ ഇവിടെ എത്ര തന്നേക്കുന്നത് 800 പൈക്കോമീറ്റർ. അപ്പം 100 into 10⁻12 എന്ന് വെച്ചാൽ നമുക്കിത് 494 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഓക്കെ, അടുത്ത 59th ക്വസ്റ്റ്യൻ. The velocity of the electron in Bohr's first orbit. Bohr's first ഓർബിറ്റിലുള്ള ഇലക്ട്രോണിന്റെ വെലോസിറ്റി നമുക്ക് 2.19 into 10⁻6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ അതിനകത്ത് അതിന്റെ ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് എത്രയെന്ന് വെച്ചു. ഇവിടെ സിമ്പിൾ ആണ്. വെലോസിറ്റി വന്നിട്ടുണ്ട് എത്ര? v = 2.19 into 10⁻6 ആയിട്ടുണ്ട്. ലാംഡ = h/m ഇട്ട് കൊടുക്കാം. 6.626 into 10⁻34 divided by മാസ് 9.1 into 10⁻31. വെലോസിറ്റി 2.19 into 10⁻6 എന്ന് വരും. നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ 3.32 into 10⁻10 എന്ന് വരും. അല്ലെങ്കിൽ നമുക്കതിനെ 332 പൈക്കോമീറ്റർ. ഇതാണ് എന്റെ ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് പറയുന്നത്. അടുത്ത 60ാമത്തെ ക്വസ്റ്റ്യനോട്ട് പോകാം. The velocity associated with the proton moving in a potential difference of 1000 volt is. അതേപോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട്. അതിലൂടെ പോകുന്ന പ്രോട്ടോണിന്റെ വെലോസിറ്റിയും തന്നിട്ടുണ്ട്. If the hockey ball of mass 0.1 kg is moving with this velocity, calculate the wavelength associated with this velocity.
0.1 kg മാസമുള്ള ഹോക്കി ബോൾ ഈ വെലോസിറ്റിയിൽ നീങ്ങിയാൽ അതിന് ഡി ബ്രോഗ്ലി വേഗം എന്തായിരിക്കും ചോദിച്ചത്. ഇതും ഡയറക്റ്റ് ഫോർമുല ക്വസ്റ്റ്യൻ ആണ്. കൊടുക്കുക h എത്ര 6.626 10⁻⁴. മാസം എത്ര നിൽക്കുന്നത് 1/2 കിലോ ഇല്ല 100 ഗ്രാം ആണ്. ഇപ്പൊ 0.1 വെലോസിറ്റി എത്ര നിൽക്കുന്നത് 4.37 10⁻⁵. നമുക്ക് സോൾവ് ചെയ്താൽ 1.516 10⁻⁻38 മീറ്റർ ഇത്രയും മീറ്റർ. അതാണ് അതിന്റെ വേഗത്തിൽ എന്ന് പറയാം. ഓക്കെ, അടുത്ത 61ാമത്തെ ക്വസ്റ്റ്യൻ. വിത്ത് പൊസിഷൻ ഓഫ് ഇലക്ട്രോൺ ഈസ് മെഷേർഡ് വിത്ത് ആൻ ആക്യുറസി ഓഫ്. അപ്പം പൊസിഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ ക്വസ്റ്റ്യൻ. അപ്പം ഡെൽറ്റ എക്സിന്റെ വാല്യൂ 0.002 നാനോമീറ്റർ തന്നിട്ടുണ്ട്. അപ്പം കാൽക്കുലേറ്റ് അൺസർട്ടനിറ്റി മൊമെന്റം ഓഫ് ഇലക്ട്രോൺ. അപ്പം ഡെൽറ്റ പി എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ക്വസ്റ്റ്യൻ 61 ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 0.002 നാനോമീറ്റർ 10⁻⁹. നമുക്കറിയാം ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π വരണം. അപ്പൊ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി h/4π ഇക്വേറ്റ് ചെയ്യുക. ഡെൽറ്റ പി എന്ത് വരും h/4π ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് വെച്ചാൽ 6.626 ഇൻറ്റു 10⁻⁻34 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 3.14 ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 2 പൈക്കോമീറ്റർ എഴുതാം. 2 ഇൻറ്റു 10⁻⁻12 നമുക്കവിടെ ഡെൽറ്റ പി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 2.637 ഇൻറ്റു 10⁻⁻23 മൊമെന്റ് ആയതുകൊണ്ട് MV കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും യൂണിറ്റ്. എന്താണ് അടുത്തതിന്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ. സപ്പോസ് ദി മൊമെന്റം ഓഫ് ഇലക്ട്രോൺ ഈസ് h/4 ഇൻറ്റു 10.05 നാനോമീറ്റർ. അപ്പൊ നമുക്ക് ഒരു ഇത് അൺസർട്ടനിറ്റി മൊമെന്റ് ആണ് ഇത്രയും. അപ്പൊ നമുക്ക് എന്താണ് അൺസർട്ടനിറ്റി ഒരു മൊമെന്റത്തിന്റെ വാല്യൂ തരികയാണ്. എന്താണ് അത് ഈക്വൽ ടു h/4π ഇൻറ്റു 0.05 ആണ്. h/4π ഇൻറ്റു 0.05 നാനോമീറ്റർ 10⁻⁻9 വരും. അപ്പൊ ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ നമുക്ക് എത്ര കിട്ടുക? സോൾവ് ചെയ്യാൻ നമുക്ക് 1.055 ഇൻറ്റു 10⁻⁻24 വരും. അല്ലെങ്കിൽ മറ്റേതായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് 0.1055 ഇൻറ്റു 10⁻⁻23 എന്ന് വരും. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ അൺസർട്ടനിറ്റി മൊമെന്റത്തിനേക്കാളും ഒരുപാട് ചെറുതാണ് ഈ വാല്യൂ, ഈ മൊമെന്റത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഈ വാല്യൂ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അത്രയും അൺസർട്ടനിറ്റിനേക്കാളും അത്രയും ചെറിയ വാല്യൂ ആയതുകൊണ്ട് നമുക്കത് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ക്വാണ്ടം നമ്പേഴ്സ് ഓഫ് 6 ഇലക്ട്രോൺസ് ആർ ഗിവൻ. ഇപ്പൊ 6 ഇലക്ട്രോണിന്റെ ക്വാണ്ടം നമ്പേഴ്സ് വന്നിട്ടുണ്ട്. ഓരോന്നിന്റെ ഇൻക്രീസിംഗ് എനർജിയിൽ അറേഞ്ച് ചെയ്തതൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് n = 4 l = 4 ആണ്. L2 എന്ന് പറയുന്നത് d ഓർബിറ്റിലുള്ളതാണ്. പിന്നെ എനർജി വരുമ്പോൾ നമുക്ക് എന്താണ് എല്ലാ ഓർബിറ്റും ഒരു ഓർബിറ്റിലാണ് നമുക്ക് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ ഓർബിറ്റിലുള്ള എല്ലാ എന്താണ് ഡീജനറേറ്റ് ഓർബിറ്റൽസ് ഒരേ എനർജി ഉള്ളവരാണ്. അപ്പൊ നമുക്ക് എമ്മിന്റെ വാല്യൂ നമുക്ക് അവിടെ സത്യത്തിൽ സിഗ്നിഫിക്കന്റ് അല്ല. ഇവിടെ ആണെങ്കിൽ 3 l = 3d ഓർബിറ്റല്, ഇത് 4p, ഇത് 3d വീണ്ടും, പിന്നെ 3p 4p വീണ്ടും. നമുക്ക് ഉള്ള ഓർബിറ്റൽസ് ഏതൊക്കെയാണ്? 3d ഉണ്ട്, 4d ഉണ്ട്, 4p ഉണ്ട്, 3p ഉണ്ട്. ഈ 4 ഓർബിറ്റൽസ് ആണ് നമുക്കുള്ളത്. അപ്പൊ ഇൻക്രീസിംഗ് ഓർഡർ അറേഞ്ച് ചെയ്യാനാണെങ്കിൽ ഓർഡർ ഇങ്ങനെയാണ്. 3d കഴിഞ്ഞാൽ പിന്നെ 3d, പിന്നെ 4p, പിന്നെ 4d. ഒരേ വാല്യൂസ് ഉള്ള വന്നാൽ അതെല്ലാം ഒരേ എനർജി കൊടുക്കും. ഈ ഓർബിറ്റ് ഈ ഓർഡറിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത 63ാമത്തെ ക്വസ്റ്റ്യൻ. The bromine atom possesses 35 electrons. ബ്രോമിൻ ആറ്റത്തിൽ 35 ഇലക്ട്രോൺ എന്ന് പറയുന്നു. അതിനകത്ത് 6 ഇലക്ട്രോൺ 2p ഓർബിറ്റിൽ, 6 എണ്ണം 3p ഓർബിറ്റിൽ, 5 എണ്ണം 4p ഓർബിറ്റിൽ. Which of these electrons experiences the lowest effective nuclear charge? ഇപ്പൊ ഏത് ഇലക്ട്രോൺ ആണ് ലോവസ്റ്റ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്? നമുക്കറിയാം ഷീൽഡിംഗ് എഫക്ട് എന്ന് പറയുന്ന സാധനമുണ്ട്. എന്താണ് ഇന്നർ ഇലക്ട്രോൺസ് ഔട്ടർ ഇലക്ട്രോൺസിനെ
റിപ്പൽ ചെയ്യും. അപ്പൊ അതിന്റെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കിട്ടുന്നത് കുറവായിരിക്കും. ഇപ്പൊ ഏറ്റവും വെളിയിലുള്ള ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസ് ഏതാണോ അതിനായിരിക്കും ഏറ്റവും എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറവ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇത് ഏതൊക്കെ ഓർബിറ്റ് ആണ്? 2p ഉണ്ട്, 2p ഓർബിറ്റിലുണ്ട്, 3p ഓർബിറ്റിലുണ്ട്, 4p ഓർബിറ്റിലുണ്ട്. പിന്നെ അത് ഏറ്റവും വെളിയിലുള്ളത് 4p ഓർബിറ്റിലാണ്. ഷീൽഡിങ് എഫക്റ്റ് ഉള്ളത് കൊണ്ട് ഏറ്റവും വെളിയിലുള്ള ഓർബിറ്റിലായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ 4p ഓർബിറ്റിലായിരിക്കും ഏറ്റവും എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറവുള്ളത്. അപ്പം ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 4p ഓർബിറ്റിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, among the following pairs of orbitals, 64th ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. among the following pairs of orbitals which orbital will experience larger effective nuclear charge? നമുക്കിവിടെ ഓരോ 3 പേര് തന്നിട്ടുണ്ട്. ഈ ഓരോ പേരിൽ ഏതിനാണ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതൽ അനുഭവിക്കുന്നതാണ് ചോദിക്കുന്നത്. അപ്പൊ ആദ്യം 2s-ഉം 3s-ഉം, പിന്നെ 4d-യും 4f-ഉം 3d-യും 3p. നമുക്കറിയാം അകത്തുള്ളതിനായിരിക്കും പുറത്തുള്ളതിനേക്കാൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതൽ അനുഭവപ്പെടുക. അപ്പൊ അതുകൊണ്ട് 2s-നും 3s-നും 2s-നായിരിക്കും കൂടുതൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. പിന്നെ 4d 4f എടുത്താൽ 4d ആയിരിക്കും 4f-നേക്കാൾ ന്യൂക്ലിയസിന് അടുത്ത്. അപ്പൊ അതിന് 4d ആയിരിക്കും കൂടുതൽ. പിന്നെ 3d-യും 3p-യും ഇത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 3p ആയിരിക്കും 3d-നേക്കാൾ അടുത്തുള്ളത്. അപ്പൊ 3p-ക്ക് ആയിരിക്കും എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലുള്ളത്. ഇതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത 65ാമത്തെ ക്വസ്റ്റ്യൻ, the unpaired electrons in aluminum silicon are present in 3p orbital. Okay. Which electrons will experience more effective nuclear charge from the nucleus? അപ്പൊ നമുക്കറിയാം എന്താണ് അറ്റോമിക് നമ്പർ കൂടുന്ന അനുസരിച്ച് നമ്പർ ഓഫ് പ്രോട്ടോൺസും കൂടി വരികയാണ്. ഓക്കെ, അപ്പം അറ്റോമിക് നമ്പർ കൂടിയ ആൾക്ക് പ്രോട്ടോൺസ് കൂടുന്നതിലൂടെ എന്താണ് ന്യൂക്ലിയർ ചാർജും കൂടി വരികയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ കൂടുതൽ പ്രോട്ടോൺ ഉള്ള ആളിനായിരിക്കും എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതൽ ഉണ്ടാവുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അലൂമിനിയം സിലിക്കൺ എടുക്കുമ്പോൾ അലൂമിനിയത്തിന്റെ നമ്പർ 13, സിലിക്കണിന്റെ 14 ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സിലിക്കണിന്റെ 3p ഓർബിറ്റിലുള്ള ഇലക്ട്രോൺ ആയിരിക്കും അലൂമിനിയത്തിന്റെ 3p ഓർബിറ്റിനേക്കാളും കൂടുതൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കിട്ടുക. ഓക്കെ, അതാണ് അതിന്റെ ഒരു ലോജിക് എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റ് ദി നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഇൻ ഫോസ്ഫറസ്, സിലിക്കൺ, ക്രോമിയം, അയൺ ആൻഡ് ക്രിപ്റ്റോൺ. ഇതിനകത്തുള്ള അൺപെയർഡ് ഇലക്ട്രോൺസിനെ കാണിക്കാനാണ് പറയുന്നത്. ആദ്യം ഫോസ്ഫറസിന്റെ നമുക്കറിയാം എന്താ അത്. ഫോസ്ഫറസിന്റെ 1s2, 2s2, 2p6, 3s2, 3p3. നമുക്ക് അവസാനമുള്ളത് മാത്രം മതി, 3s2, 3p3 മതി. അപ്പൊ അത് വരയ്ക്കുമ്പോൾ 3s2 രണ്ടെണ്ണം, 3p3 3 ഓക്കെ. പിന്നെ സിലിക്കണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p2. അവസാനത്തെ 3s2, 3s-ൽ രണ്ടെണ്ണം, p-ൽ രണ്ടെണ്ണം. പിന്നെ ക്രോമിയത്തില് അറ്റോമിക് നമ്പർ 24 ആണ്. കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമുക്ക് 4s1, 3d5 നമുക്ക് എന്താണ് മറ്റേ എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ ഉള്ളത്. ഹാഫ് ഫീൽഡ് എക്സ്ട്രാ സ്റ്റെബിലിറ്റി നമ്മൾ പറഞ്ഞിട്ടില്ലേ. അപ്പൊ അങ്ങനെ വരുമ്പം 4s1-ൽ എസില് 4s ഓർബിറ്റിൽ ഒറ്റൊരെണ്ണം, 3d ഓർബിറ്റലില് ഓരോന്ന്, എല്ലാത്തിലും ഓരോന്നും വരും. ഇനി അയൺ എഴുതുന്നത് അറ്റോമിക് നമ്പർ 26. ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 3s2, 3p6, 4s2, 3d6 ആണ്. നമുക്ക് ഇത് രണ്ടും മാത്രമേ ആവശ്യമുള്ളൂ, ബാക്കിയെല്ലാം ഫിൽഡ് ആണ്. അത് വരുമ്പോൾ 4s2 വരും, 3d6-ൽ 6 ഇലക്ട്രോൺസ്, ഒരെണ്ണം മാത്രം പേരായിട്ട്. പിന്നെ ക്രിപ്റ്റോൺ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 36 ആണ്. നമ്മൾ അതിന്റെ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഔട്ടർ കോൺഫിഗറേഷൻ പറയുന്നത് 4s2, 3d10, 4p6 വരും. അപ്പൊ അവിടെ എല്ലാം ഫിൽഡ് ആണ്. അപ്പം ഡയഗ്രാം വരയ്ക്കുമ്പോൾ 4s-ൽ 2, d-യും ഫുൾ എല്ലാം ഫിൽഡ് ആണ്. 4p വരയ്ക്കുമ്പോൾ അവിടെയും എല്ലാം ഫിൽഡ് ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരും. ഇനി അവസാന ക്വസ്റ്റ്യൻ, ഹൗ മെനി സബ്ഷെൽസ് ആർ അസോസിയേറ്റഡ് വിത്ത് n is equal to 4? n equal to 4 ആണെങ്കിൽ നമുക്ക് എല്ലിന്റെ വാല്യൂ എന്ത് വരും? 0, 1, 2, 3 വരും. ഇപ്പം 4 സബ്ഷെല്ലും ഉണ്ട്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. ഹൗ മെനി ഇലക്ട്രോൺസ് വിൽ ബി പ്രസന്റ് ദി സബ്ഷെൽസ് ഹാവിംഗ് m വാല്യൂ സ്പിൻ കോൺടാക്ട് നമ്പർ -12 ഉള്ള എത്ര ചോദിച്ചിരിക്കുന്നു?
ഇപ്പൊ എമ്മിന്റെ വാല്യൂ എന്തൊക്കെ വരാം ഇവിടെ? എല്ലിന്റെ വാല്യൂ എത്രയാണെങ്കിൽ -3, -2, -1, 0, 1, 2, 3. ഇത്രയും ഓർബിറ്റൽസ് ഉണ്ട്. ഇതിനകത്ത് എല്ലാം -12 ഉള്ള ഓരോന്ന് കാണും. അപ്പം ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം ഉണ്ട്. അപ്പൊ 7 എണ്ണം സോറി n is equal to 4 വരുമ്പോൾ അവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമ്മൾ എങ്ങനെ കൂട്ടുക? n equal to 4 ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്? നമ്മൾ 2n² ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺസ് വിത്ത് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ n ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിത്ത് കോണ്ടന്റ് നമ്പർ 2n² ആണ്. അപ്പൊ ഇവിടെ 2 × 4² വരും, അല്ലെങ്കിൽ 2 × 16 വരും. എന്ന് വെച്ചാൽ 32 ഇലക്ട്രോൺസ് ആണ് n equal to 4 വരിക. അതിനകത്തുള്ള പകുതി ഇലക്ട്രോൺസിന് +½ പകുതി ഇലക്ട്രോൺ -½ ആയിരിക്കും. അപ്പൊ ഇവിടെ -½ വരുന്ന ഇലക്ട്രോൺ കാണും. അതിന്റെ പകുതി 16 ഇലക്ട്രോണെ -½ സ്പിൻ കോണ്ടന്റ് നമ്പർ വരത്തുള്ളൂ. ഓക്കെ, ഇത്രയാണ് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ്. ഇവിടെ കൊണ്ട് നിർത്താം. താങ്ക് യു.